ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലോവാർട്ട് ആണ്. ലോവാർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ലോവാർട്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പ്രോഡക്റ്റിൻ്റെ ഇമേജസ് ഒക്കെ ഷോക്കേസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു ടൂൾ എന്ന് പറയുന്നത് ലോവാർട്ടാണ്. പ്രോഡക്റ്റ് ഷോക്കേസിങ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇമേജസ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ഈ പറയുന്ന പോലെ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈനിങ് ഓൾറെഡി ചെയ്തു വെച്ച പ്രോഡക്റ്റിൻ്റെ ഓക്കെ ഫൈൻ, അല്ലാതെ നമുക്കൊരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് അതിനെ പ്രോഡക്റ്റ് ഷോക്കേസിങ് ചെയ്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൂളാണ്. പ്രൈസിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്റ്റാർട്ടർ പ്ലാൻ തന്നെ ഓൾമോസ്റ്റ് 16 നമുക്ക് മന്ത്ലി പ്രൈസിങ്ങിലേക്ക് പോകാം. $19 വരും. ബേസിക് പ്ലാനിലേക്ക് തന്നെ നമുക്ക് $32 വരുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നമുക്ക് നാനോ ബനാനയൊക്കെ ഈ പറയുന്ന പോലെ ജെമിനിയിൽ അവൈലബിൾ ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ടൂൾ എടുക്കുമ്പോൾ ഇത്രയും രൂപ നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ പോയേക്കാം. ഇതേ സെയിം ഫീച്ചേഴ്സ് കിട്ടുന്ന വേറെ ടൂളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രീ പിക്ക് എന്ന് പറയുന്ന ടൂൾ അവൈലബിൾ ആണ്. ഫ്രീ പിക്ക് എന്ന് പറയുന്ന ടൂളിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന തന്നെ ഡിസൈൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് നമുക്ക് അവിടെ കൂടുതലായിട്ടും തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാനിപ്പോൾ ലോവാർട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് ഓൺ എ മന്ത്ലി ബേസിസ് ഞാൻ വേറെ ടൂൾസുകൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവണം ഏത് ടൂളാണ് ബെറ്റർ എന്നുള്ളത്. നമ്മളുടെ ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് ടൂള് ബെറ്ററായിട്ട് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിയണം. അല്ലാതെ ഞാൻ എല്ലാം മാസവും ഇത് തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പം ജസ്റ്റ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് 1340. ഇതിന് മുമ്പ് 3000ൻ്റെ പ്ലാൻ ആയിരുന്നു. പിന്നെ 1340ലേക്ക് മാറി. ഞാനിപ്പോൾ ഇതൊന്ന് ഹോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ലോവാർട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, ലോവാർട്ടിൻ്റെ പെയ്ഡ് പ്ലാൻ ഞാൻ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബേസിക് പ്ലാനാണ്. $32 പ്ലാനാണ്. $19 പ്ലാൻ ഉണ്ട്. ബട്ട് എനിക്ക് കുറച്ചും കൂടെ വർക്കുകൾ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്ലാനിലേക്ക് പോയി. മനസ്സിലായോ? അപ്പം ഇതേ സെയിം ഫീച്ചർ തരുന്ന വേറൊരു ടൂളാണിത്. നമ്മളിത് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്രീ പിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ മാഗ്നിഫിക് എന്നാണ് പേര്. ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേ. ഇമേജ് ജനറേറ്ററൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. നമുക്കിനി ഇപ്പം നോക്കേണ്ടത് ലോവാർട്ടാണ്. ലോവാർട്ടിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് പ്ലാൻ $19, ദെൻ സ്റ്റാർട്ടർ പ്ലാൻ, ദെൻ ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ $32 പെർ മന്ത് ആണ്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3100 rupees എങ്കിലും വരും. നമുക്കിതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1900ൻ്റെ പ്ലാനിലേക്കും പോവാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു. ഓക്കെ, മെയിൽ ID യൂസ് ചെയ്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഓക്കെ, ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേജിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ ഒന്നുമില്ല, നമുക്കിവിടെ പ്രത്യേകിച്ചോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ന്യൂ ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോ പ്രോ അൺലോക്ക് എവറി മോഡൽ ക്രിയേറ്റ് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏജന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇമേജ് ജെൻ ഉണ്ട്, വീഡിയോ ജെൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ഇമേജ് ഉണ്ട്, ദെൻ ഫ്രെയിം ഉണ്ട്, ദെൻ റെക്റ്റാങ്കിൾ അതുപോലുള്ള സാധനങ്ങൾ, വരയ്ക്കാനുള്ള പെൻസിലുണ്ട്. പിന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് പെയിന്റിൽ കാണുന്ന പോലത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് നമുക്ക് നെയിം ചെയ്യാം. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് ഞാൻ നെയിം ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്കിവിടെ ഒരു ഇമേജാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഒരു ഇമേജിൻ്റെ ബേസിസിൽ വാട്ട് ആർ വി ക്രിയേറ്റിംഗ് ടുഡേ എന്നുള്ള ഒരു സംഭവമാണ് എനിക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ ഒരു പ്രോഡക്റ്റിനെ ഷോക്കേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, പുതിയ പ്രോഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ്. എൻ്റെ ഇനിഷ്യൽ ടൈം ലാസ്റ്റ് ഇയറിലൊക്കെ ഞാൻ എയുടെ വെബിനാർ എടുക്കുന്ന സമയത്ത് ഞാനൊരു ജ്യൂസ് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലാനിൽ ഞാൻ ഒരു ഫുൾ ഡിസൈൻ ലോവാർട്ട് കൊണ്ട്
ചെയ്തിട്ടുണ്ട്. സോ അതേ ഒരു ഫോർമാറ്റ് നമുക്കിവിടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ക്ലോഡിലേക്ക് പോകുന്നു. ക്ലോഡിലേക്ക് പോയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ന്യൂ ചാറ്റ് എടുത്തിട്ടുണ്ട്. ന്യൂ ചാറ്റ് എടുത്തിട്ട് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം പ്ലാനിങ് ടു ലോഞ്ച് എ ന്യൂ juice product in India. The product description I can give you is it's a sugar-free fresh juice, but I am going to showcase that product in a can like Pepsi or Coca-Cola can, but that can needs to be transparent, and I need to I need customers to see what are the fruits that is used or put that is inside that particular can. So I'm going to add pomegranate, then Mosambie, watermelon, grapes, then for liquid form I need to use the lime juice, and rest all these fruits you need to cut it into pieces, and I need to place that pieces of fruits in raw form in that juice, in that can. Okay, so that is the purpose. So I am going to launch this juice. I am not going to add any sugar content. Rest all the sugars are natural sugars only from the fruits. I am not going to add anything. Rest the thing is like I need to add coffee or lime juice as a liquid form in this particular juice. This is the concept actually. The main thing I am going to create is I need to create an image of that particular product that includes everything that I mentioned above. For that purpose I am going to use LoWART AI. So can you please give me a prompt so that I can copy paste it in LoWART to create the image of the can of my product, and also the fruits that is mentioned. I need to showcase that fruits inside that. ഒരു നോർമൽ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. മൊസംബിയുടെ സ്പെല്ലിംഗ് ഇതാണോ എന്ന് എനിക്കറിയത്തില്ല, കുഴപ്പമില്ല. പെപ്സി ഓർ കൊക്കക്കോള ക്യാൻ്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? പ്രോഡക്റ്റിനെ ക്യാൻ ലൈക്ക് എ പെപ്സി. ഓക്കെ, നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, sugar free fresh juice, transparent soda style. Okay, product photography for a transparent crystal clear aluminum soda can shaped exactly like a classic Coca-Cola Pepsi can, standing upright on a clean studio surface. The can is fully see-through like glass, revealing fresh fruit cuts. Everything is fine. Can generate this directly visual image. Okay, fine. നമുക്ക് ഇത് ക്ലോഡ് ഡിസൈൻ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ, അത് വേറെ കാര്യം. ക്ലോഡ് ഡിസൈൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ പറഞ്ഞു, എപ്പോഴും നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ടൂൾ ഉണ്ടാവും. ക്ലോഡ് ഡിസൈൻ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇമേജ് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് ലോവാർട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് ഇമേജിനെ നമുക്ക് പല രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ആഡ്സിൻ്റെ ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? സോ അതാണ് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാനിവിടെ റെഫറൻസ് ഇമേജ് ഒന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ നോർമലി കൊടുക്കാൻ പോകുന്നത് ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഞാനിവിടെ ജസ്റ്റ് എൻ്റർ അടിക്കാൻ പോവാണ്. ഇപ്പോൾ 15 ക്രെഡിറ്റ്സ് ആണ് എനിക്കിപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ക്രിയേറ്റ് ആവുമല്ലോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇതിപ്പം 9 minutes ആയിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതൊന്ന് ക്രിയേറ്റ് ആവട്ടെ. ഓക്കെ.